ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുത്തെ. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം. തക്ക സമയത്ത് നിന്റെ ദേശത്തിന് മഴ തരുവാനും നിന്റെ വേല ഒക്കെയും അനുഗ്രഹിക്കുവാനും കർത്താവ് നിനക്ക് തൻ്റെ നല്ല ഭണ്ഡാരമായ ആകാശം തുറക്കും. നീ അനേക ജാതികൾക്ക് വായ്പ കൊടുക്കും, എന്നാൽ നീ വായ്പ വാങ്ങുകയില്ല. ഈ സന്ദേശം കേൾക്കുന്ന താങ്കൾക്ക് കർത്താവിൻ്റെ ഒരു വാഗ്ദാനം ഇപ്പോഴുണ്ട്. മഴ ആദ്യം ചില തുള്ളികൾ ആയിട്ട് ഭൂമിയിലേക്ക് വരുന്നു. തുടർന്ന് ഒരു പെരുമഴ വരുവാനായിട്ട് പോവുകയാണ്. വിഗ്രഹാരാധന വിട്ട് സത്യദൈവത്തെ അന്വേഷിക്കുന്ന ഒരുവൻ്റെ അല്ലെങ്കിൽ ഒരുവളുടെ മേൽ വരുന്ന അനുഗ്രഹത്തിൻ്റെ മാരിയാണത്. ഈ നന്മ നിങ്ങൾക്ക് വരുവാൻ പോകുന്നതിൻ്റെ കാരണം നിങ്ങളുടെ സ്വകാര്യ ജീവിതം അവൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ അനുഭവിച്ച കഷ്ടങ്ങൾ, നിങ്ങൾ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നിന്നത്, അപമാനമേറ്റത്, ഇതെല്ലാം കർത്താവ് കണ്ടിട്ടുണ്ട്. ദൈവം നിനക്ക് മറുപടി തരുവാനായിട്ട് പോവുകയാണ്. നിൻ്റെ കഷ്ടത്തിൻ്റെ കാലം തീരുന്നു, നിൻ്റെ വരൾച്ചയുടെ നാളുകൾ അവസാനിക്കുന്നു. കർത്താവ് ആകാശത്തിലെ ഭണ്ഡാരം നിനക്കായിട്ട് തുറക്കുവാൻ പോവുകയാണ്. നീ അനേക ജാതികൾക്ക് വായ്പ കൊടുക്കും. നിൻ്റെ കൈകളുടെ പ്രവൃത്തിയെ ദൈവം അനുഗ്രഹിക്കാൻ പോവുകയാണ്. അഭിവൃദ്ധി പ്രാപിക്കുവാനുള്ള ഒരു സമയം ഇതാ വന്നിരിക്കുകയാണ്. നിങ്ങൾ അനുസരണത്തോടുകൂടി മുന്നേറുക. മുന്നോട്ട് പോകുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. കർത്താവിനോട് നന്ദി പറയുക. ദൈവമേ, എൻ്റെ ജീവിതത്തിനെ മാറ്റുവാൻ പോകുന്നതിനായിട്ട് നന്ദി. എബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചതുപോലെ, ഇസ്ഹാക്കിനെ ദൈവം അനുഗ്രഹിച്ചതുപോലെ, യാക്കോബിനെ ദൈവം അനുഗ്രഹിച്ചതുപോലെ നമ്മയും ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്. നാം അനുഗ്രഹം അനുഭവിക്കാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് നാം മറ്റുള്ളവരെയും അനുഗ്രഹിക്കേണ്ട കാര്യമുണ്ട്. നാം രഹസ്യത്തിൽ സ്വകാര്യ ജീവിതത്തിൽ കർത്താവിനോട് വിശ്വസിച്ചുള്ളവരായിരുന്നതുകൊണ്ട് മറ്റുള്ളവർ കാണുക ദൈവം നമ്മെ ഉയർത്താൻ പോകുന്നു.